വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ദിവസം ഒരാളെങ്കിലും കുറഞ്ഞത് ചോദിക്കുന്ന ഒരു സംശയത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ വന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ചേച്ചി പറയുന്ന എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുശേഷം സെമൻ പുറത്തേക്ക് പോരുന്നു, അകത്തേക്ക് പോകുന്ന മുഴുവൻ സെമനും പുറത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന 3 പൊസിഷൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ 3 സെമൻ എത്രയാണോ നിങ്ങൾക്ക് നോർമലി അകത്തേക്ക് പോകുന്നത് അതിനേക്കാളും കൂടുതൽ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പൊസിഷൻസ് ആണ്. ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് ഇത് 3 തന്നെ. ഇവയിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയായിട്ട് നമുക്ക് അകത്ത് ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോഴേക്കും മില്യൺസ് ഓഫ് സെമൻ അകത്തേക്ക് പ്രവേശിക്കാറുണ്ട്. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കുറച്ചധികം സെമൻ പുറത്തേക്ക് വരാറുണ്ട്. നോർമലി ക്വാളിറ്റി കുറവുള്ള സെമൻ ആണ് ഇജാക്കുലേഷൻ സംഭവിച്ച് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പുറത്തേക്ക് വരുന്നത്. എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള നമ്മുടെ വജൈനൽ ഡിസ്ചാർജുമായിട്ട് മിക്സ് ആയിട്ടും അല്ലാതെയും ഒക്കെയാണ് സെമൻ പുറത്തേക്ക് വരുന്നത്. ഇത് ഇജാക്കുലേഷൻ സംഭവിച്ചിട്ട് നെക്സ്റ്റ് ഡേ വരെ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. ഈ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അങ്ങനെ പുറത്തേക്ക് വരുന്ന സെമന്റെ അളവ് നല്ലതുപോലെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ ഈ പൊസിഷൻ നോക്കാതെ നിങ്ങൾക്ക് പോയത് എത്രത്തോളമാണോ, പുറത്തേക്ക് വന്നത് എത്രത്തോളമാണോ, അതിന്റെ അളവ് ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ പൊസിഷൻസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഫിസിക്കൽ കോണ്ടാക്ട്, സെക്സ് ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിനെ കമന്റ്സ് ചോദിക്കുന്ന ആളുകളുടെ ആ ഒരു പ്രൊഫൈലിൽ പോയിട്ട് വളരെ മോശമായിട്ട് കമന്റ്സ് ഇടുന്ന ഒരുപാട് ഞരമ്പന്മാർ നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കമന്റ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് മുഴുവൻ വായിച്ചു നോക്കാനായിട്ട് നിങ്ങൾ മെനക്കെടാതിരിക്കുക. കാരണം ഒരുപാട് വൾഗറായിട്ടുള്ള കമന്റ്സ് ആയിരിക്കും അവർ പറയുന്നത്. നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും അവർ പറയുന്നത്. അത് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ദിവസം മൊത്തം പോകാനായിട്ട് അത് മതി. അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സെമൻ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഡീപ്പ് പെനിട്രേഷൻ ഉണ്ടാവണം. അതായത് അകത്തേക്ക് നല്ലതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമുക്കവിടെ പെനിട്രേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു ഫൈനൽ, ആ ഒരു ലാസ്റ്റത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ചില പുരുഷന്മാർ അവരുടെ പ്രൈവറ്റ് പാർട്ട് കുറച്ചൊന്ന് പുറത്തേക്ക് വലിക്കാറുണ്ട്. ആ വലിച്ചിട്ട് ഇജാക്കുലേഷൻ അകത്തേക്ക് സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു പ്രോസസ്സ് അല്ല നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത്. ഡീപ്പ് പെനിട്രേഷൻ, അതായത് ഫുള്ളായിട്ട് ആ ഒരു പുരുഷന്റെ ആ ഒരു ഓർഗൻ അകത്തേക്ക് പ്രവേശിച്ചിരിക്കണം. നമ്മുടെ സെർവിക്സിനകത്തായിട്ട്, സെർവിക്സിന്റെ തൊട്ടടുത്തായിട്ട് ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോഴേക്കും, സെർവിക്സ് ആണ് ആ യൂട്രസിലോട്ടുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ നോർമലി എത്രത്തോളം സെമനാണോ അകത്തേക്ക് പോകുന്നത് അതിനേക്കാളും ഇരട്ടി പോകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ചില ആളുകൾ ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണത്. നിങ്ങളുടെ ഹസ്ബൻഡ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ചാൻസസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മിഷണറി പൊസിഷൻ ആണ്. ഒരുപാട് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് മിഷണറി പൊസിഷൻ എന്ന് പറയുന്നത്. പുരുഷൻ എഴുന്നേറ്റ് സ്റ്റാൻഡപ്പ് ആയിട്ട് നിന്നിട്ടുള്ള പൊസിഷനും സ്ത്രീ ബെഡിൽ കിടക്കുന്ന തരത്തിലുള്ള പൊസിഷനുമാണ് മിഷണറി പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ കാല് പുരുഷന്റെ ആ ഒരു ഷോൾഡറിലായിരിക്കും മിഷണറി പൊസിഷൻ സമയത്ത് ഉണ്ടാവുന്നത്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് നേരെ ആ ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു പൊസിഷനാണിത്. അതുകൊണ്ട് തന്നെ പെനിട്രേഷൻ നമുക്ക് സംഭവിക്കുന്നത് ഡീപ്പായിട്ട് ആ ഒരു സെർവിക്സിന് അടുത്തായിട്ട് തന്നെയായിരിക്കും. ആ ഒരു ഗ്രാവിറ്റി നേരെ ഒരു ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ പോകുമ്പോഴേക്കും തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന സെമന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. നിങ്ങൾക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാമെങ്കിലും ഓവുലേഷൻ നടക്കുന്ന എക്സാക്ട് ഡേ മിഷണറി പൊസിഷൻ ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. രണ്ടാമത്തെ ഒരു പൊസിഷനാണ് ഡോഗി സ്റ്റൈൽ. നമ്മൾ സ്ത്രീകൾ സാധാരണയായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആന കളിക്കാൻ വേണ്ടി നിൽക്കില്ലേ, ആ ഒരു പൊസിഷനിലാണ് നമ്മൾ ഡോഗി സ്റ്റൈൽ ചെയ്യുന്നത്. ഡോഗി സ്റ്റൈൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആന കളിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞത്. ആ ഒരു പൊസിഷനിൽ നമ്മൾ നിന്നതിന് ശേഷം ബാക്ക് സൈഡിൽ കൂടി ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഡോഗി സ്റ്റൈലിൽ വരുന്നത്. ഈ ഒരു പൊസിഷൻ നേരത്തെ നമ്മൾ ചെയ്ത ഒരു മിഷണറി പൊസിഷനെ അപേക്ഷിച്ച് കുറേയും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഡോഗി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിൽ ഡീപ്പായിട്ട് നമുക്ക് പെനിട്രേഷൻ ഉണ്ടാവുന്നതിനും അത് എക്സാക്ട് സെർവിക്സിനടുത്ത് ഒരു പെനിട്രേഷൻ ഉണ്ടാവുന്നതിനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇജാക്കുലേഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു പൊസിഷനാണ് ഡോഗി സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്നാൽ ചില സ്ത്രീകൾ ഈ ഒരു പൊസിഷനിൽ കംഫർട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതായത് നമ്മളുടെ സ്ത്രീകളുടെ എല്ലാവരുടെയും കൂടപ്പറപ്പ് എന്നോളം പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്.
ചില ആളുകൾക്ക് ഈ ഒരു പൊസിഷനിൽ അങ്ങോട്ട് നിന്ന് കൊടുക്കുമ്പോഴേക്കും പ്രോസസ്സ് എൻജോയബിൾ ആവില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു പൊസിഷനിൽ നിന്ന് കൊടുക്കുന്നു എന്നല്ലാതെ നമുക്ക് ആ ഒരു തരത്തിലുള്ള നമ്മളുടെ ആ ഒരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഔട്ട്പുട്ട് ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ ചില സ്ത്രീകൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് ഈ ഒരു പൊസിഷൻ ചെയ്യേണ്ടാത്തതാണ് നല്ലത്. കാരണം ആ ഒരു ഓർഗാസവും ഫോർപ്ലേയും ഒരുപാടായിട്ട് ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുറേയും കൂടി സെർവിക്സ് അകത്തേക്ക് വികസിക്കുന്നതിനും അതുപോലെ ആ ഒരു സെമന് പെട്ടെന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതിനും അതുപോലെ നിങ്ങളിൽ ഓർഗാസം ഫോർപ്ലേ ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ധാരാളം സംഭവിക്കുന്നതിനും ഇത് സഹായിക്കും. അതൊന്നും നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പൊസിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഡോഗി സ്റ്റൈലാണ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. തേർഡ് പൊസിഷൻ ആണ് വുമൺ ഓൺ ദ ടോപ്പ്. വുമൺ ഓൺ ദ ടോപ്പിൽ പുരുഷൻ ബെഡിൽ കിടക്കുകയായിരിക്കും, സ്ത്രീകൾ മുകളിൽ കയറി ഇരിക്കുന്ന തരത്തിലുള്ള പൊസിഷനാണ് വുമൺ ഓൺ ദ ടോപ്പ് എന്ന് പറയുന്നത്. ഇജാക്കുലേഷൻ പെട്ടെന്ന് സംഭവിക്കാൻ സഹായിക്കുന്ന, ഒരുപാട് പേർക്ക് ഒരു മൂഡിലോട്ട് അവരെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു പൊസിഷനാണ് വുമൺ ഓൺ ദ ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു എഫക്റ്റിലെ സെമൻ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പൊസിഷനാണിത്. എങ്കിൽ കൂടി തന്നെയും ഗ്രാവിറ്റി ഫോഴ്സ് നേരെ കീഴ്പോട്ടേക്ക് ആയതുകൊണ്ട് സെമൻ ചില പെർസെൻറ്റേജ് ഒരു സർട്ടൻ പെർസെൻറ്റേജ് സെമൻ താഴേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള ചാൻസസും ഈ ഒരു വുമൺ ഓൺ ദ ടോപ്പ് പൊസിഷനിലുണ്ട്. ഈ പൊസിഷനിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ ഇജാക്കുലേഷൻ എപ്പോൾ സംഭവിക്കുന്നോ ആ പൊസിഷനിൽ നിന്ന് മാറി നമ്മൾ ലെഗ് അപ്പ് ദ വോൾ പൊസിഷൻ ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ആ ഒരു എക്സാക്റ്റ് ആ ഒരു ടൈം പീരീഡിൽ ഈ ഒരു പൊസിഷൻ ഫോളോ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഓസിൽ നിന്ന് ഫോഴ്സ്ഫുൾ ആയിട്ട് വാട്ടർ വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഒരു കാഴ്ച അവിടെ കാണാനായിട്ട് സാധിക്കില്ലേ, അതുപോലെ ആയിരിക്കും ഈ ഒരു പൊസിഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കാരണം അകത്തേക്ക് നല്ലൊരു സ്പീഡിൽ തന്നെ സെമൻ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ സഹായിക്കും കേട്ടോ. പക്ഷേ ഈ പൊസിഷൻ ഓപ്റ്റ് ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് ലെഗ് അപ്പ് ദ വോൾ പോസിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഈ പൊസിഷൻസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ജാക്കുലേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടും ഡീപ്പ് പെനിട്രേഷൻ ഉണ്ടാവാനായിട്ടും സഹായിക്കുന്ന പോസുകൾ. എന്നാൽ ചില ആളുകൾ ഈ ഒരു പോസിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോസുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു പോസിൽ അവർക്ക് താല്പര്യം ഏതാണോ അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അല്ലാത്ത ആളുകൾ എക്സാക്ട് ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിൽ ഈ ഒരു പൊസിഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും കേട്ടോ. ബാക്ക് പെയിൻ കൂടുതലുള്ള ആളുകൾക്ക് ഡോഗി സ്റ്റൈൽ പൊസിഷൻ ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അതുപോലെ തന്നെ സാധാരണയായിട്ട് നമുക്ക് ഫെർട്ടൈൽ ടൈം പീരീഡ് എന്നൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. അതായത് നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയവും നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയവുമാണ് ഫെർട്ടൈൽ ടൈം പീരീഡ്. ഈ ഫെർട്ടൈൽ ടൈം പീരീഡ് നമുക്ക് വരുന്നത് എന്നാണോ നിങ്ങൾക്ക് എക്സാക്ട് ഓവുലേഷൻ വരുന്നത് അതിനേക്കാൾ ഒരു 3-4 ദിവസം മുൻപ് തുടങ്ങിയിട്ട് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസവും കൂടി ആയിരിക്കും നമുക്ക് ആ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് വരുന്നത്. ഈ ടൈം പീരീഡിൽ എക്സാക്ട് നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്ന ദിവസം ഏതാണോ ആ ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാത്ത അതിന് മുൻപുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനും നോക്കാവുന്നതാണ് കേട്ടോ. ഈ പെനിട്രേഷൻ നിങ്ങൾക്ക് ഡീപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വരെ നിങ്ങൾ ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നതോ ചരിഞ്ഞു കിടക്കുന്നതോ ലെഗ് അപ്പ് ദ വോൾ പൊസിഷനിൽ കിടക്കുന്നതോ സെമന്റെ ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുവെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊസിഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.